നമസ്കാരം, പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാല വിദ്യാർത്ഥികൾ വയലാലിൽ വീട് സന്ദർശിച്ചു. കാതികൻ സാംബശിവൻ അനുസ്മരണം SMUP സ്കൂളിൽ സംഘടിപ്പിച്ചു. തിരൂർ റെയിൽവേ സ്റ്റേഷനിലെ പാർക്കിംഗ് ഫീസ് കുത്തനെ കൂട്ടി റെയിൽവേ. അംഗനവാടി മുറ്റത്ത് കരിമൂർക്കൻ, അതിഥിയെ കണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ. നൂഹിന്റെ ആശ്രിതർക്കുള്ള ധനസഹായം മന്ത്രി വി അബ്ദുറഹിമാൻ കൈമാറി. തിരൂർ താലൂക്കിലെ റേഷൻ വ്യാപാരികൾ പ്രതിഷേധ സൂചകമായി വിളംബര ജാഥ നടത്തി. വിശദമായ വാർത്തകൾ. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ 30ാം ചരമവാർഷിക ദിനമായ ജൂലൈ 5-ന് തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാലയിലെ സാഹിത്യരചന, സാഹിത്യപഠന എന്നീ സ്കൂളുകളിലെ 20ഓളം വിദ്യാർത്ഥികൾ ബേപ്പൂരിലെ വയലാലിൽ വീട് സന്ദർശിച്ചു. വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണം ആണ് ഞാൻ നടത്തുന്നത്. പക്ഷേ ഞാൻ ഇപ്പോൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന കുട്ടികളോടാണ്. ഇന്നത്തെ പ്രധാന ആകർഷണം വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മക്കളായ ഷാഹിന, അനീസ് എന്നിവരുമായി ആശയവിനിമയം നടത്തി. സാഹിത്യരചന സ്കൂൾ ഡയറക്ടർ ഡോക്ടർ കെ ബാബുരാജൻ, ഗവേഷണ വിദ്യാർത്ഥികളായ ജിനു, മെൽവിയ ആൻഡ് ബിജു എന്നിവർ പഠനയാത്രാ സംഘത്തിന് നേതൃത്വം നൽകി. വെട്ടം ന്യൂസ്, തിരൂർ. VR നായനാർ സ്മാരക ഗ്രന്ഥാലയം കേപ്പുരം പ്രശസ്ത കാതികനും കഥാപ്രസംഗത്തെ ജനകീയ കലയാക്കി മാറ്റിയ വ്യക്തിയും നടനുമായ വി സാംബശിവൻ അനുസ്മരണം താനൂർ SMUP സ്കൂളിൽ സംഘടിപ്പിച്ചു. കണ്ടാലും ഞെട്ടിടുമെത്രേ വയനാട്ടിലെ വൻകോട്ട. ഇത്തരത്തിലുള്ള കഥകളൊന്നും നിങ്ങൾ കേട്ട് കാണില്ല, അല്ലേ? നവരസങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു കലയാണ് ഏത് കല? കഥാപ്രസംഗം. അതിൽ നാടകമുണ്ട്, അഭിനയമുണ്ട്, പാട്ടുണ്ട്, സംഗീതമുണ്ട്, മുഖത്തുള്ള നിരവധി തരത്തിലുള്ള ഭാവങ്ങളുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് കാതികൻ നമ്മുടെ പരിപാടി കാതികൻ സത്യൻ തണ്ണീർക്കാട് ഉദ്ഘാടനം ചെയ്തു. കുട്ടികളുടെ പാട്ടുകളടക്കം നിരവധി പരിപാടികൾ ഇതോടനുബന്ധിച്ച് നടന്നു. ഗ്രന്ഥാലയം പ്രസിഡന്റ് സി മുഹമ്മദ് ഷാഫി അധ്യക്ഷനായി. ദക്ഷ ടി, സമന്വിത TK, അതുലയ ടി, ജോൺസ് ലിൻസ് എന്നിവർ പാട്ടുകൾ പാടി. സ്കൂൾ പ്രധാനാധ്യാപിക ഫാത്തിമ ടീച്ചർ, ആർട്ടിസ്റ്റ് ഇക്ബാൽ, ബിജുല, വിദ്യാർത്ഥി ഹംദാൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ശ്രീകല ടീച്ചർ സ്വാഗതവും ജലീൽ മാസ്റ്റർ നന്ദിയും പറഞ്ഞു. വെട്ടം ന്യൂസ്, തിരൂർ. തിരൂർ റെയിൽവേ സ്റ്റേഷനിലെ പാർക്കിംഗ് ഫീസ് കുത്തനെ കൂട്ടി റെയിൽവേ. പുതിയ പാർക്കിംഗ് ഏരിയയിലാണ് പുതിയ പാർക്കിംഗ് ഫീസ് ഈടാക്കി തുടങ്ങിയത്. മുമ്പ് ഇവിടെ ഇരുചക്ര വാഹനങ്ങൾക്ക് 3 മണിക്കൂർ സമയം വരെ 6 രൂപയും ഒരു ദിവസത്തിന് 12 രൂപയുമായിരുന്നു ഈടാക്കിയിരുന്നത്. ഒരു മാസത്തേക്ക് 240 രൂപയുടെ പാസും നൽകിയിരുന്നു. എന്നാൽ പുതുക്കിയ നിരക്കനുസരിച്ച് 2 മണിക്കൂറിന് 10 രൂപ നൽകണം. 2 മണിക്കൂർ കഴിഞ്ഞാൽ ഇത് 15 രൂപയാകും. 6 മണിക്കൂർ വരെ നിർത്താം. 12 മണിക്കൂറായാൽ ഇത് 20 രൂപയായി വർദ്ധിക്കും. 24 മണിക്കൂറായാൽ
30 രൂപയും 48 മണിക്കൂറായാൽ 60 രൂപയുമാകും. പിന്നീടുള്ള ഓരോ ദിവസത്തിനും 30 രൂപ അധികം നൽകണം. ഒരു മാസത്തേക്കുള്ള പാസിന് 500 രൂപയാണ് നൽകേണ്ടത്. ഈ പാസ് ഇപ്പോൾ കൊടുക്കുന്നില്ലെന്നും യാത്രക്കാർ പരാതിപ്പെടുന്നു. ഭിന്നശേഷിക്കാർ ഉപയോഗിക്കുന്ന മുച്ചക്ര വാഹനങ്ങൾക്കും ഈ നിരക്കാണ് ഈടാക്കുന്നത്. 4 ചക്ര വാഹനങ്ങൾക്ക് 2 മണിക്കൂർ നിർത്തിയിടാൻ ഇപ്പോൾ നൽകേണ്ടത് 20 രൂപയാണ്. 6 മണിക്കൂർ വരെ നിർത്താൻ 30 രൂപയും 12 മണിക്കൂർ വരെ നിർത്താൻ 60 രൂപയും 24 മണിക്കൂർ വരെയായാൽ 100 രൂപയും നൽകണം. 48 മണിക്കൂറായാൽ ഇത് 200 രൂപയായി വർദ്ധിക്കും. പിന്നീടുള്ള ഓരോ ദിവസത്തിനും 100 രൂപ വീതം നൽകണം. ഒരു മാസത്തേക്കുള്ള പാസ് ഈ വിഭാഗം വാഹനങ്ങൾക്ക് ലഭിക്കുകയുമില്ല. മുമ്പ് 4 ചക്ര വാഹനങ്ങൾക്ക് ഒരു ദിവസത്തേക്ക് പരമാവധി 30 രൂപ വരെയാണ് ഈടാക്കിയിരുന്നതെന്ന് യാത്രക്കാർ പറയുന്നു. ബസ്സുകൾ പോലുള്ള വലിയ വാഹനങ്ങൾ 2 മണിക്കൂർ വരെ നിർത്താൻ 70 രൂപയാണ് നൽകേണ്ടത്. 12 മണിക്കൂർ നിർത്താൻ 250 രൂപ കൊടുക്കണം. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോഴും ഇരുചക്ര വാഹനങ്ങൾ നിർത്താനുള്ള ഒരു മാസത്തെ പാസിന് 300 രൂപയാണ് വാങ്ങുന്നതെന്ന് യാത്രക്കാർ പറയുന്നു. ഇത്രയൊക്കെ ഫീസ് നൽകിയാലും പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് വാഹനങ്ങൾക്ക് മഴയും വെയിലും ഏൽക്കാതിരിക്കാൻ ഉണ്ടായിരുന്ന ഷെൽട്ടറുകളും ഇപ്പോഴില്ല. വെട്ടം ന്യൂസ്, തിരൂർ. ഉച്ചയോടെ അടുത്ത സമയം ഉറക്കം കഴിഞ്ഞ് കുരുന്നുകൾ മുറ്റത്തേക്കിറങ്ങിയ സമയം. മുറ്റത്ത് പത്തിയുടർത്തി കരിമൂർക്കൻ. ഭയപ്പാടോടെ കുരുന്നുകൾ നിലവിളിച്ച് ടീച്ചറെ വിളിച്ചു. ടീച്ചറും ഹെൽപ്പറും ഓടിയെത്തിയപ്പോഴേക്കും കരിമൂർക്കൻ സമീപത്തെ വാട്ടർ ടാങ്കിനായി കരിങ്കലിൽ പണിത ഫില്ലറിൽ ഒളിച്ചു. മുറ്റത്ത് തന്നെയാണ് ടാങ്കറിനായി കെട്ടിയ ഫില്ലറും നിൽക്കുന്നത്. തെല്ലുഭയത്തോടെ കുരുന്നുകളെ മുറ്റത്തേക്കിറക്കി. വെട്ടം പഞ്ചായത്തിലെ ഇല്ലത്തപ്പടി 103 നമ്പർ അംഗനവാടിയിൽ ഇന്നലെ ഉച്ചയോടെയാണ് സംഭവം. ഗേറ്റിന്റെ പുറത്തു കൂടെ പോണതാണ് കണ്ടത്. മക്കള് കണ്ടിട്ട് എന്നോട് വന്നിട്ട് പറയാണ്, ടീച്ചറെ ഒരു പാമ്പ് ഇതാ പോണെന്ന്. അപ്പൊ ഞാനാണ്ട് ഉള്ളിലേക്ക് കയറണ്ടാച്ചിട്ട് ഗ്രിൽസ് പിടിച്ചിങ്ങനെ ആണ്ട് കുലുക്കി ഇങ്ങോട്ട് ഗേറ്റിന്റെ പുറത്തേക്ക് ഇങ്ങോട്ട് ഉള്ളിലേക്ക് വരണ്ടാന്ന് വിചാരിച്ചിട്ട് അപ്പൊ കണ്ട അത് പത്തി വിടർത്തിങ്ങാണ്ട് ഇങ്ങോട്ട് നിൽക്കണ്. അങ്ങനെ അത് ആ പറമ്പിലേക്ക് പോയിട്ടുണ്ടാവും. ഒരു കുട്ടിയുടെ ഉമ്മ വന്നിട്ട് വിളിക്കാന്. അപ്പൊ അവരോട് പറഞ്ഞപ്പോ അതാണ്ട് പോയിട്ടുണ്ടാവും ടീച്ചറേന്ന്. ആ ടാങ്കിന്റെ ഉള്ളിലേക്കാണ് പോയിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഉള്ളിൽ തലയിട്ടിരിക്കുന്നുണ്ട്. പിന്നെ അതിന്റെ ഒരു 2-3 മാസം മുന്നേ എന്റെ ഹെൽപ്പർ അടിച്ചു വരാൻ നോക്കുമ്പോ ചൂലെടുത്തപ്പോ അപ്പൊ കണ്ടിരുന്നു. അപ്പൊ എവിടേക്കാ പോയിന്ന് പറഞ്ഞപ്പോ അപ്പൊ അവള് പറഞ്ഞു പത്തിയൊക്കെ ഉണ്ട് ടീച്ചറെ അത്. അപ്പൊ ഞാൻ പറഞ്ഞു എങ്ങോട്ടേ പോയി? അത് പറമ്പിലേക്ക് പോയിരിക്കണെന്ന് പറഞ്ഞു. അപ്പൊ ഇപ്പോഴാണ് അതിന്റെ താവളം അതിന്റെ ഉള്ളിലാണെന്ന് ഞങ്ങക്ക് മനസ്സിലായത്. അതിപ്പോ അവിടെ അതിനെ കണ്ട കാരണാണ്. അപ്പൊ അത് ഇവിടെ തന്നെയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു എങ്ങോട്ടേ പോയി? മതിലുമ്മ കൂടെ കയറി പോണത് കണ്ടോന്ന് ചോദിച്ചപ്പോ അങ്ങോട്ട് പോയിന്ന് പറഞ്ഞു. അപ്പൊ അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടാവും. ഇതിന്റെ ഉള്ളിലാണ് ഇപ്പൊ അതിന്റെ താവളം എന്നുള്ളത് ഇന്നാണ് ഇപ്പൊ മനസ്സിലായത്. എഴജന്തുക്കൾ പോവലുണ്ട്, ഇതിൽ കൂടിയൊക്കെ പോവലുണ്ട്. പക്ഷെ ഇന്ന് വരെ അങ്ങനെ ഉണ്ടായിട്ടില്ല. എന്നാലും ഇപ്പൊ ഇന്നത് കണ്ടത് വലിയൊരു ഭാഗ്യായി. വെട്ടം പഞ്ചായത്തിലെ ഇല്ലത്തപ്പടി 103 നമ്പർ അങ്കണവാടിയിൽ ഇന്നലെ ഉച്ചയോടെയാണ് സംഭവം. അങ്കണവാടി ടീച്ചർ VP അജിത അങ്കണവാടി വെൽഫെയർ കമ്മിറ്റി അംഗമായ പ്രദേശവാസിയെ വിളിച്ചു വിവരം പറഞ്ഞു. ടീച്ചർ ഫോണിൽ സംസാരിച്ച് കഴിയുമ്പോഴേക്കും കരിമൂർക്കൻ ഫില്ലറിന് പുറത്തേക്ക് ഇഴഞ്ഞ് വീണ്ടും വന്നു. അപ്പോഴേക്കും പ്രദേശവാസികളുമെത്തി. കരിമൂർക്കൻ വീണ്ടും ഫില്ലറിനകത്തേക്ക് കടന്നു. പാമ്പ് പിടുത്തക്കാരൻ ഷംസു പറവണ്ണയുമെത്തി.
നേഴ്സറിലെ ടീച്ചർ വിളിക്കുന്നത് ഇങ്ങനെ നേഴ്സറിലെ ഒരു പാമ്പിനെ കണ്ടിട്ടുണ്ട്, അതിനൊന്ന് പിടിച്ച് ഒഴിവാക്കണം, പിള്ളേരുള്ള സ്ഥലമാണ്. ഞാൻ പറഞ്ഞാൽ വരാം, കാരണം ചെറിയ പിള്ളേരല്ല. ഞാൻ അവിടെ വന്നപ്പോൾ ഇവിടെ ചെറിയൊരു ഗ്യാപ്പിലുണ്ടെന്ന് പറഞ്ഞു. അവിടെ ഇങ്ങനെ പൊളിച്ച് നോക്കിയപ്പോൾ ഫുള്ള് കല്ലാണ്. ആ കല്ല് ഞാൻ കുറേ 3 മണിക്ക് പൊളിച്ചു നോക്കിയാണ് സമയം വരെ പൊളിച്ചു. പിന്നെ സ്ലാബാണ്. ആ സ്ലാബ് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. JCB പൊക്കിയിട്ട് അത് ഒഴിവാക്കി തരാണ്ടെങ്കിൽ നമുക്ക് ഉണ്ടെങ്കിൽ പിടിക്കാം, പിടിച്ച് നമ്മളെ കുട്ടികളെ സുരക്ഷിതമായിട്ട് നമുക്ക് കൊണ്ടുപോകാം എന്നുള്ളതാണ്. കരിമൂർഖനെ പിടിക്കാൻ ശ്രമം നടത്തിയെങ്കിലും ഫില്ലർ പൊളിക്കാതെ നടക്കില്ലെന്നായി. തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വി തങ്കമണി, വാർഡ് മെമ്പർ AP സുനന്ദ, ടീച്ചർ പുഷ്പ കിഷോർ വെട്ടം, ധർമ്മൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ തുടർ പ്രവൃത്തിക്കായി കൂടിയാലോചന നടത്തി. ആവശ്യമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. സന്ധ്യയായപ്പോഴേക്കും JCB എത്തി. അരമണിക്കൂറിനകം മുൻഭാഗം മതിലും ഫില്ലറും JCB ഉപയോഗിച്ച് തകർത്തു. കരിങ്കല്ലുകളിൽ കുടുങ്ങിയ കരിമൂർഖനെ പറവണ്ണ ഷംസു സാഹസികമായി പുറത്തേക്ക് വലിച്ചെടുത്തു. ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിൽ കരിമൂർഖനെ ചാക്കിലാക്കി. മണിക്കൂറുകളോളം മുൾമുനയിൽ നിർത്തിയ കരിമൂർഖനെ പിടികൂടിയതോടെ നാട്ടുകാർക്കും ഏറെ ആശ്വാസമായി. നേരത്തെ പലതവണ സമീപ പ്രദേശങ്ങളിൽ നിരവധി തവണ കരിമൂർഖനെ കണ്ടതായി നാട്ടുകാർ പറയുന്നു. സമീപത്തെ കാവ് വെട്ടിയൊഴിവാക്കിയതാണ് പൊതുവഴികളിലും ഇഴജന്തുക്കൾ ഇരതേടിയിറങ്ങാൻ കാരണമെന്നും പറയുന്നു. അങ്കണവാടിയിൽ 12 കുരുന്നുകളാണ് പഠിക്കുന്നത്. 2014-15 സാമ്പത്തിക വർഷത്തിൽ വികേന്ദ്രീകാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 9 ലക്ഷം രൂപ ചെലവിട്ടാണ് അങ്കണവാടി നിർമ്മിച്ചത്. തുടർന്നാണ് ജലനിധി പൈപ്പ് ലൈൻ പദ്ധതിക്കായി വാട്ടർ സ്ഥാപിക്കുന്നതിനായി അങ്കണവാടിയുടെ മുറ്റത്ത് ഫില്ലർ സ്ഥാപിച്ചത്. ന്യൂസ് ബ്യൂറോ വെട്ടം. കുവൈറ്റിലെ മൻകാഫിൽ അപ്പാർട്ട്മെന്റിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ച തിരൂർ കൂട്ടായി കുപ്പന്റെ പുരയ്ക്കൽ നൂഹിന്റെ ആശ്രിതർക്കുള്ള ധനസഹായം മന്ത്രി V അബ്ദുറഹിമാൻ കൈമാറി. കൂട്ടായി കോതപ്പറമ്പിലെ വീട്ടിലെത്തിയാണ് മന്ത്രി കുടുംബത്തിന് ധനസഹായം കൈമാറിയത്. സർക്കാരിന്റെ 5 ലക്ഷം ഉൾപ്പെടെ 14 ലക്ഷം രൂപയാണ് നൽകിയത്. കുടുംബങ്ങളെ സഹായിക്കാൻ സർക്കാർ നല്ല രീതിയിലുള്ള ഇടപെടലാണ് നടത്തിയതെന്ന് മന്ത്രി അബ്ദുറഹിമാൻ പറഞ്ഞു. കാര്യങ്ങളെല്ലാം വേഗത്തിലാക്കാൻ എല്ലാവരുടെയും ഭാഗത്ത് നിന്ന് നല്ല സഹകരണമാണ് ഉണ്ടായതെന്ന് നൂഹിന്റെ സഹോദരങ്ങൾ പറഞ്ഞു. കുവൈറ്റിലെ തീപിടുത്തത്തിൽ മരിച്ച കൂട്ടായി കോതപ്പറമ്പ് സ്വദേശി കുപ്പന്റെ പുരയ്ക്കൽ നൂഹിന്റെ കുടുംബത്തിന് സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായം മന്ത്രി V അബ്ദുറഹിമാൻ കൈമാറി. നൂഹിന്റെ വീട്ടിലെത്തിയാണ് മന്ത്രി തുക കൈമാറിയത്. സർക്കാർ പ്രഖ്യാപിച്ച 5 ലക്ഷവും MA യൂസഫ് അലിയുടെ 5 ലക്ഷവും നോർക്ക റൂട്ട്സ് ഡയറക്ടർ രവി പിള്ള, അമേരിക്കയിലെ പ്രമുഖ മലയാളിയും ഫൊക്കാന പ്രസിഡന്റുമായ ഡോക്ടർ ബാബു സ്റ്റീഫന്റെ 2 ലക്ഷം ഉൾപ്പെടെ 14 ലക്ഷം രൂപയാണ് മന്ത്രി കൈമാറിയത്. കുടുംബങ്ങളെ സഹായിക്കാൻ സർക്കാർ നല്ല രീതിയിലുള്ള ഇടപെടലാണ് നടത്തിയതെന്നും എല്ലാ നടപടികളും സമയബന്ധിതമായി തന്നെ പൂർത്തിയാക്കാൻ കഴിഞ്ഞതായും മന്ത്രി V അബ്ദുറഹിമാൻ പറഞ്ഞു. കുവൈറ്റ് ദുരന്തവുമായി ബന്ധപ്പെട്ട് ആ ദുരന്തത്തിൽ അകപ്പെട്ട ബന്ധുക്കളെ സഹായിക്കാൻ ഗവൺമെന്റ് നല്ല രീതിയിൽ ഇടപെട്ടിട്ടുണ്ട്. ഇതിൽ കേരള ഗവൺമെന്റ് കുടുംബങ്ങളെ സഹായിക്കുക എന്നുള്ള രീതിയിൽ അവർക്കൊരു ആശ്വാസം പകരാൻ 5 ലക്ഷം രൂപ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ പ്രിയപ്പെട്ട വ്യവസായി MA യൂസഫ് അലി, അദ്ദേഹം 5 ലക്ഷം രൂപ എല്ലാ കുടുംബങ്ങൾക്കും നൽകി. ആ പണം ഇന്ന് നമ്മൾ അവരെ ഏൽപ്പിച്ചു. സർക്കാരിൻ്റെ പണം 5 ലക്ഷം രൂപ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലായി അവരുടെ ബാങ്കുകളിൽ. പിന്നെ സ്റ്റീഫൻ ജോർജ്, അദ്ദേഹം 2 ലക്ഷം രൂപയും, പ്രിയപ്പെട്ട രവിപിള്ള, കേരളത്തിൻ്റെ നമ്മുടെ പ്രവാസി വ്യവസായി, അദ്ദേഹം 2 ലക്ഷം രൂപയുമാണ് ഇപ്പോൾ നൽകിയിട്ടില്ല. അങ്ങനെ 14 ലക്ഷം രൂപയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2 ലക്ഷം, പക്ഷേ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടില്ല. ഇതൊരു അവരുടെ എല്ലാ കാര്യങ്ങളും തികയുമെന്നുള്ള വിശ്വാസമൊന്നും ഗവൺമെൻറ്റില്ലെങ്കിൽ കൂടി വളരെ ചെറിയ കുട്ടികളാണ്.
വിധവയായിട്ടുള്ള അവരുടെ ഭാര്യക്കും അത് ഭാവിയിൽ ഉപകാരപ്പെടട്ടെ എന്നുള്ളതാണ് നമ്മൾ. അപ്പോൾ ഇതിൽ നിന്നും ഒരു നിശ്ചിത തുക മൈനറായിട്ടുള്ള കുട്ടികളുടെ പേരിൽ ബാങ്കിൽ സ്ഥിര നിക്ഷേപമാണ് ചെയ്യുന്നത്. അവർ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ ആ പണം ആ കുട്ടികൾക്ക് ലഭിക്കും. ഇതാണ് ഇതിലൂടെ നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇത് നല്ല രീതിയിൽ തന്നെ സർക്കാർ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട്. നോർക്ക റൂട്ട്സും നമ്മുടെ റവന്യൂ വകുപ്പും ഇതിൻ്റെ ആവശ്യമായ എല്ലാ നടപടികളും സമയബന്ധിതമായി തന്നെ. എല്ലാവരുടെ ഭാഗത്തു നിന്നും നല്ല സഹകരണവും സഹായവും ലഭിച്ചതായും കാര്യങ്ങൾ വേഗത്തിലാക്കാൻ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും നല്ല സഹകരണമാണ് ലഭിച്ചതെന്നും കുടുംബം പറഞ്ഞു. സർക്കാരിന്റെ 5 ലക്ഷം രൂപ, യൂസഫ് അലി സാറിന്റെ 5 ലക്ഷം രൂപ, പിന്നെ നോർക്കന്റെ 4 ലക്ഷം, പിന്നെ വേറെ 4 ലക്ഷം. റവി പിള്ള സാറിന് മറ്റുള്ളതൊക്കെ കൂടി 4 ലക്ഷം. ഒക്കെ കൂടി എല്ലാം 4 ലക്ഷം. അപ്പോൾ ഇപ്പം മൊത്തം വന്ന് 14 ലക്ഷം റുപ്യ. അപ്പോൾ പിന്നെ ഇതിനു മുമ്പ് എൻ്റെ അനിയൻ്റെ കമ്പനിയിൽ നിന്ന് അവരുടെ മുതലാളിയുടെ മകൻ വന്നിരുന്നു. അവരതവരെ സഹായം തന്നിരുന്നു 8 ലക്ഷം റുപ്യൻ്റെ. അത് അവൻ്റെ കാര്യങ്ങളും മറ്റുള്ളതൊക്കെ അവനിക്ക് എന്താ ഉള്ള ചിലവും മറ്റുള്ളതൊക്കെ ചെയ്യാൻ, ബാക്കി അവൻ്റെ പിള്ളേർക്കും അവരുടെ അക്കൗണ്ട് ഡിപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞ കാര്യങ്ങൾ. അതേപോലെ ഗവൺമെൻറ്റിനും പറഞ്ഞു പിള്ളേരെ പേരിലുള്ള ഡിപ്പോസിറ്റ് അവർ 18 വയസ്സ് വരുന്നതിന് അവർ ബാങ്കിലുള്ള അക്കൗണ്ട് അതിൽ ഇട്ട് കൊടുക്കണം എന്നാണ് പറഞ്ഞത്. ഭാര്യയ്ക്കുള്ളത് വേറെ സെപ്പറേറ്റ് ആയിട്ട് അവർ ആവശ്യത്തിന് കൈകാര്യം ചെയ്യാൻ അങ്ങനെ 4 അക്കൗണ്ട് എടുത്തിട്ട് ഞങ്ങളിപ്പോൾ ലെവലാക്കി വെച്ചിരിക്കുന്നു. ബാക്കി ഇനി കാശിൻ്റെ കൈകാര്യം പിന്നെ അങ്ങനെ അങ്ങോട്ട് മാറിപ്പോകുന്നത്. ഇതേപോലെ തന്നെ ഞാൻ വന്നു കഴിഞ്ഞാൽ ഈ അക്കൗണ്ട് നമ്പർ അങ്ങോട്ട് കൊടുക്കും. പിള്ളേരുടെ പേരിലും എൻ്റെ അനിയൻ്റെ ഭാര്യൻ്റെ പേരിലുള്ള അതേപോലെ അത് ബാങ്കുമായിട്ട് ഞങ്ങൾ സംസാരിച്ച് പറയാം. ആദ്യം നൂഹിൻ്റെ ഭാര്യൻ്റെ അക്കൗണ്ടിൽ പൈസ കയറിയ ശേഷം പിന്നെ മക്കളെ പേരിലേക്ക് ഡിവൈഡായി ഞങ്ങൾ കൊടുത്തോളാം. ഞങ്ങൾ അങ്ങനെ തന്നെ അപേക്ഷ കൊടുത്തിട്ടുള്ളത്. 18 വയസ്സ് വരെ കുട്ടികൾക്ക് 3 പേർക്കും ഒരു ഡിപ്പോസിറ്റായിട്ട് ഞങ്ങൾ കരുതായിരുന്നു. ഭാര്യൻ്റെ തുക ഭാര്യൻ്റെ അവരാവശ്യത്തിന് വേണ്ടി എന്തും ചെയ്യാം എന്നാണ്. അതാണ് ഞങ്ങളെ ആഗ്രഹം. ഗവൺമെൻറ് പറഞ്ഞത് ഞങ്ങളോട് തന്നെ അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ, അതിങ്ങനെ ചെയ്യാവൂ എന്നും പറഞ്ഞ് ഞങ്ങൾ അതുവരെ ചെയ്യാൻ തീരുമാനിച്ചു. എല്ലാവരും ഉണ്ടായി. ആരും അങ്ങോട്ട് മാറി നിൽക്കുന്നില്ല. എല്ലാത്തിനും നമുക്ക് സഹായം ഏത് ഓഫീസിൽ പോയി. മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ കൂട്ടായി ബഷീർ, തഹസിൽദാർ LRTK നൌഷാദ്, ഡെപ്യൂട്ടി തഹസിൽദാർ SKM ബഷീർ, സീനിയർ ക്ലർക്ക് CS സതീഷ് കുമാർ, നോർക്ക ജൂനിയർ എക്സിക്യൂട്ടീവ് സുബിഷ, മംഗലം വില്ലേജ് ഓഫീസർ നിഷ S ശിവാനന്ദൻ, CP ഷുക്കൂർ, വാർഡ് മെമ്പർ P ഇസ്മായിൽ, PP ഇസ്മായിൽ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ വെട്ടം. റേഷൻ ഡീലേഴ്സ് കോർഡിനേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജൂലൈ 8-9 തീയതികളിൽ തിരുവനന്തപുരം രക്തസാക്ഷി മണ്ഡപത്തിൽ നടക്കുന്ന രാപ്പകൽ സമരത്തിനും അന്നേ ദിവസം ആഹ്വാനം ചെയ്ത കടയടപ്പ് സമരത്തിനും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് തിരൂർ താലൂക്ക് റേഷൻ വ്യാപാരി സംയുക്ത സമിതി തിരൂർ സപ്ലൈ ഓഫീസ് പരിസരത്ത് വിളംബര ജാഥയും ധർണയും സംഘടിപ്പിച്ചു. കണ്ണു 14,300 വരുന്ന ചില്ലറ റേഷൻ വ്യാപാരികളാണ് വേതന പാക്കേജ് പരിഷ്കരിക്കണമെന്ന ആവശ്യമുന്നയിച്ച് സമരരംഗത്തുള്ളത്. KTPDS ആക്ട് കാലോചിതമായി മാറ്റം വരുത്തുക, റേഷൻ വ്യാപാരി ക്ഷേമനിധി കാര്യക്ഷമമായി പരിഷ്കരിക്കുക, കിറ്റ് കമ്മീഷൻ വിതരണത്തിനായുള്ള കോടതി വിധി നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങളും ഉന്നയിച്ചാണ് സമരം. രാപ്പകൽ സമരത്തോട് സർക്കാർ അനുകൂല നിലപാട് സ്വീകരിച്ചില്ലെങ്കിൽ സെപ്റ്റംബർ മാസം മുതൽ അനിശ്ചിതകാല സമരത്തിന് തുടക്കമിടാനാണ് റേഷൻ ഡീലേഴ്സ് കോർഡിനേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനം. AKRRDA താലൂക്ക് പ്രസിഡന്റ് ലത്തീഫ് പറവണ്ണ ഉദ്ഘാടനം ചെയ്തു. സമരങ്ങളും നിവേദനങ്ങളും കൊടുത്തിട്ടും ഗവൺമെന്റിന്റെ കണ്ണ് തുറക്കുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് വേറൊരു സമര പരിപാടികളുമായി 2 ദിവസം കടകൾ അടച്ചിട്ടുകൊണ്ട് തിരുവനന്തപുരത്ത് രക്തസാക്ഷി മണ്ഡപത്തിന് മുന്നിൽ ഞങ്ങൾ 48 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു സമര പരിപാടികൾക്ക് റേഷൻ ഡീലേഴ്സ് ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്കറിയാം, ഒരു തുച്ഛമായ വരുമാനം കൊണ്ട് റേഷൻ വ്യാപാരികൾക്ക് അതിൻ്റെ കടവാടകയും അതിൻ്റെ സെയിൽസ്മാനെയും നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്.
അതേപോലെ തന്നെ റേഷൻ വ്യാപാരികളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ക്ഷേമനിധി, ഇവിടുത്തെ ആ ക്ഷേമനിധിയിലെ ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ടി മാത്രമായി ഒതുങ്ങി നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. ഞങ്ങൾ 2400 രൂപ ഒരു വർഷത്തിൽ അടച്ചാൽ അത് ഒരു മാസം മുടങ്ങിപ്പോയാൽ, എന്തെങ്കിലും കാരണത്താൽ മുടങ്ങിപ്പോയാൽ 12% പലിശയോടുകൂടിയാണ് ഞങ്ങൾക്ക് തിരിച്ചടവ്. തിരിച്ചടവ് വളരെ ഭംഗിയായി നടക്കുന്നു. പക്ഷേ റേഷൻ വ്യാപാരി ഒരു ചികിത്സാ ആനുകൂല്യത്തിന് വേണ്ടി സമീപിച്ചാൽ, അതേപോലെ തന്നെ 40-45 വർഷം സേവനം നൽകി അതിൽ നിന്ന് റിട്ടയർ ചെയ്താൽ കേവലം 1500 രൂപ പോലും നൽകാൻ കഴിയാത്ത ഒരു ക്ഷേമനിധിയുമായിട്ടാണ് ഈ ക്ഷേമനിധി ബോർഡ് മുന്നോട്ട് പോകുന്നത്. ഞങ്ങളത് വേണ്ട എന്നാ പറയുന്നത്. ഞങ്ങളിനി ആ ക്ഷേമനിധിയിലേക്ക് പണമടക്കാൻ തയ്യാറല്ല എന്നുമാണ് പറയുന്നത്. അതേപോലെ തന്നെയാണ് ഗിറ്റിന്റെ കമ്മീഷൻ. ഗവൺമെന്റ് ഒരുപാട് സമയം 13 മാസക്കാലം ഗിറ്റിന്റെ കമ്മീഷനുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയി. ഞങ്ങൾ അത് കിട്ടില്ല എന്ന് കണ്ടപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെയും സുപ്രീം കോടതിയെയും സമീപിച്ചു. സുപ്രീം കോടതി വരെ പറഞ്ഞു അവർക്ക് അർഹതപ്പെട്ട ആ വിഹിതം കമ്മീഷൻ നൽകണമെന്ന്. അപ്പോ ഗവൺമെന്റ് അതിന് കക്ഷി ചേർന്ന 6 പേർക്ക് കൊടുത്തുകൊണ്ട് അത് പരിഹരിക്കാനാണ്. ഇപ്പോ 14,000-ഓളം വരുന്ന റേഷൻ വ്യാപാരികൾ മുഴുവനും ഹൈക്കോടതിയിൽ കക്ഷി ചേർന്ന് അതിന്റെ 2 മാസം കൊണ്ട് ആ കിറ്റിന്റെ കമ്മീഷൻ കൊടുത്തു തീർക്കണമെന്നാണ് ഗവൺമെന്റിനോട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ നാമമാത്രമായ കമ്മീഷനും ക്ഷേമനിധിയും കൊണ്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. 8-9 തീയതികളിൽ ഞങ്ങൾ കടകൾ അടച്ചിട്ടുകൊണ്ട് തിരുവനന്തപുരത്ത് സമരം ചെയ്യുമ്പോൾ ഈ സമരം കൊണ്ട് തീരുമെന്നും ഞങ്ങൾക്ക് പ്രതീക്ഷയില്ല. പക്ഷേ അടുത്ത മാസങ്ങളിൽ ഈ സമരം വ്യാപിപ്പിക്കാൻ പോവുകയാണ്. ഇത് ഞങ്ങൾ പരിപൂർണമായി അടച്ചിട്ടുകൊണ്ട് ഞങ്ങൾക്ക് വേതനം തരാത്ത ഒരു സംവിധാനത്തിൽ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. 6 വർഷങ്ങളായി ഞങ്ങൾ വിവിധമായ സമര പരിപാടികൾ ഞങ്ങൾ നേതൃത്വം കൊടുത്ത് ഗവൺമെന്റിന് മുന്നിൽ പല അപേക്ഷകളും കൊടുത്ത് കാത്തു നിൽക്കുകയാണ്. പക്ഷെ ഗവൺമെന്റ് ഇപ്പോ 4-ാം തീയതി ചർച്ചയ്ക്ക് വിളിച്ചപ്പോഴും പരിഹരിക്കാം, നിങ്ങളുടെ ആവശ്യങ്ങൾ ന്യായമാണ് എന്നാ പറയുന്നത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് ഒരു ഓർഡർ ഇറങ്ങാതെ ഈ സമരം അവസാനിപ്പിക്കില്ല എന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. അതുകൊണ്ട് ഈ സമരത്തിന് പങ്കെടുത്ത മുഴുവൻ ആളുകളെയും അഭിവാദ്യം ചെയ്യുകയാണ്. സമരസമിതി ചെയർമാൻ ഖാദർ പഞ്ചമി അധ്യക്ഷത വഹിച്ചു. മനോജ് പാറശ്ശേരി, മുസ്തഫ താന്നാളൂർ, കെ ജയപ്രകാശ്, സിദ്ദീഖ് താനൂർ, ടി സൈബത്ത്, കെ സഫിയ, അബൂബക്കർ കൂട്ടായി, ഷാജി മുളയ്ക്കൽ, സിദ്ദീഖ് ചമറവട്ടം, അലി അക്ബർ ഓവുങ്ങൽ തുടങ്ങിയവർ സംസാരിച്ചു. ജാഫർ തലക്കെടുത്തൂർ സ്വാഗതവും സലീം കെ ബാലൻ നന്ദിയും പറഞ്ഞു. വെട്ട ന്യൂസ് തിരൂർ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം.